വിശദമായി പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി കെ വി തോമസിന്റെ വീട്ടുപടിക്കലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് പി വാസുദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പാചകവാതക വില 230 രൂപ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തോപ്പുംപടിയിലെ കേന്ദ്രമന്ത്രി കെ വി തോമസിന്റെ വീട്ടുപടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. എംപിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട് സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ എല്ലാ ദിവസവും ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നടപടികൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ നിരവധിയായ തെളിവുകൾ സർക്കാരിന് ലഭിച്ചിട്ടും അവയൊന്നും ഞങ്ങളുടെ ദേശത്തിൽ കൊണ്ടിട്ടില്ല എന്ന മട്ടിൽ അഹങ്കാരത്തോടെ നിലപാടുകൾ സ്വീകരിക്കുകയാണ് കോൺഗ്രസ് ഗവൺമെന്റ് എന്നതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് പാചകവാതകത്തിന്റെ വിലവർദ്ധനവ്. പാചകവാതകം ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ച് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞ നാളുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവിയാണ് നൽകിയത്. ഇത് ജനത്തിന്റെ രോഷപ്രകടനത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്ന് പി വാസുദേവൻ അഭിപ്രായപ്പെട്ടു. തോപ്പുംപടി ജംഗ്ഷനിൽ നിന്നും പ്രകടനമായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കേന്ദ്രമന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് വന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ ചുമന്നുകൊണ്ടാണ് പ്രവർത്തകർ ആവേശത്തോടും അതിലേറെ രോഷത്തോടും കൂടിയാണ് സമരമുഖത്തേക്ക് പ്രവേശിച്ചത്. സമരക്കാരെ മന്ത്രിയുടെ വീടിന് സമീപം വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ തീർത്താണ് തടഞ്ഞത്. ബാരിക്കേഡുകൾ പൊക്കി മറിച്ചിടുവാൻ പ്രവർത്തകർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. സംഘർഷാവസ്ഥയെ നേരിടുന്നതിന് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരുന്നത്. ഫോർട്ട് കൊച്ചി പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് രാജേഷ്, തോപ്പുംപടി എസ് ഐ സജീവൻ, പള്ളുരുത്തി എസ് ഐ എൽ യേശുദാസ് തുടങ്ങിയവർ നേതൃത്വത്തിലാണ് 100 പോലീസുകാരെ സമരരംഗത്ത് വിന്യസിച്ചിരുന്നത്. സമരത്തിൽ ഡിവൈഎഫ്ഐ പള്ളുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് മിഥുൻ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സിപിഎം കൊച്ചി ഏരിയ സെക്രട്ടറി ജോൺ ഫെർണാണ്ടസ്, ബിപിൻ രാജു, മാനുവൽ നിക്സൺ, പ്രനിൽ, അനിൽ ആനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി.